അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് ആണ്. നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാനും നല്ല രുചിയാണ്, കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് മൈദ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിലാണ് നമ്മൾ അളന്നെടുക്കുന്നതെങ്കിൽ ഒരു 2 ഗ്ലാസ് മൈദ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 നുള്ള കറുവപ്പട്ട പൊടിച്ചതാണ്, സിന്നമൺ പൗഡർ. അതൊരു 2 നുള്ളു മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ സാധാരണ നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് നമുക്ക് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മളിത് കുഴച്ചിട്ടെടുക്കുന്നത് പാല് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച പാലാണ്. പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിന് ചൂട് നന്നായിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചപ്പാൽ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ മാവ് കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. കൂടാതെ പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിത് കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ പാല് ചേർത്തിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ എങ്ങനെയാണ് കുഴച്ചിട്ടെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് അതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് വേണമെങ്കിൽ നമുക്ക് കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല മയത്തിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കുഴച്ചിട്ടെടുക്കുക. ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായി വന്നിട്ടുള്ള പാലെന്ന് വെച്ചാൽ ഒരു 3/4 കപ്പ് അടുത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മുഴുവനായിട്ടൊരു 3/4 കപ്പ് ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് നോക്കുക. എന്നിട്ട് നല്ല മയത്തിൽ നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് കുറവോ കൂടുതലോ വന്നേക്കാം. അപ്പോൾ കുറച്ച് മാത്രം പാലൊഴിച്ച് കൊടുത്തിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇനി ഈ മാവ് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് മൈദ ഇതുപോലെ തൂക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം. കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതുപോലെ നീളത്തിൽ കട്ടി കുറച്ചിട്ടൊന്ന് ഇതുപോലെ വരഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാവ് ഏകദേശം ഒരേ വീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരേ വീതിക്ക് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ മാവിൽ നിന്ന് ഒരു 4-6 എണ്ണം എടുത്തിട്ട് സൈഡ് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ 2 സൈഡും പതിയെ ഒട്ടിച്ചിട്ട് പതിയെ ഇതിനകത്തുനിന്ന് എടുക്കുക. ഇതുപോലെ കയ്യിലെടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം ഇനി 2 സൈഡും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കയ്യിലൊരു സ്വല്പം മാത്രം വെള്ളം ആക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം കുറച്ചൊന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വിട്ടുപോരാതെ തന്നെ അത് അവിടെ ഇരുന്നോളും. വെള്ളം ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി, ഒരുപാടായി പോകരുത്. ഒരുപാടായാലും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ഒരു 4-6 എണ്ണം എടുത്തിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു സൈഡ് 2 പതിയെ ഒട്ടിച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്ക് പിരിച്ചു കൊടുക്കാം. ചെറിയതായിട്ട് വെള്ളമൊന്ന് തൊട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ തവണയൊന്നും ചെയ്താൽ പിന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മാവൊക്കെ ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം തന്നെ ഞാൻ പരത്തി കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചിട്ടെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 4-5 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിതൊന്ന് ഉരുക്കിയിട്ടെടുക്കുക. ഇതുപോലെ കൈ കൊണ്ടൊന്ന് എടുത്ത് നോക്കുമ്പോൾ ചെറിയതായിട്ട് ഒട്ടുന്ന ഒരു രീതി ആവണം. അപ്പോൾ അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് കിടക്കുകയാണ്. ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് തീ കുറച്ച് വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് ഇതിൻ്റെ കളർ മാറിപ്പോവരുത്. ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണ നമുക്ക് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപടി തന്നെ കഴിക്കാൻ നല്ല രുചി തന്നെയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പാണിത്. ഇതിൽ നിന്ന് ഏലക്ക വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓരോ സ്നാക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 മണിക്കൂറോളം ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ ഷുഗർ സിറപ്പിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മധുര പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുര പലഹാരമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വീറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.